സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അതിലെ 13ാമത്തെ എപ്പിസോഡ്, അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 33 ആണ്. സോ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസിലെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ ആരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. സോ നമുക്ക് അപ്പോൾ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇങ്ങനെ കാണിക്കുന്നത് ഹ്യൂമൻ വേൾഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇച്ചിഗോൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കരിൻ ആകാശം നോക്കുന്ന സമയത്താണ് രണ്ട് ഹോളോസും കൂടെ ചേർന്നിട്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന കാര്യം കാണുന്നത്. നമ്മുടെ കരിനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫുട്ബോൾ താഴേക്ക് വെച്ചിട്ട് ആ ഹോളോസിനെ രണ്ടുപേരെയും അടിച്ച് ആകാശത്തിലേക്ക് തെറിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പൂച്ചയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് നമ്മുടെ യൂസുവിൻ്റെ തലയിൽ വന്നിരിക്കുന്നു. സോ ഇത് കണ്ട് നമ്മുടെ യൂസു ആദ്യം പേടിക്കുന്നുണ്ടെങ്കിലും ആ പൂച്ചയുടെ മുഖമൊക്കെ കാണാൻ നേരത്ത് വളരെയധികം ക്യൂട്ടായിട്ടുള്ള പൂച്ചയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ അതിനെ അഡോപ്റ്റ് ചെയ്ത് അതിനെ വളർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. പൂച്ചേനെ യൂസുവിന് കിട്ടിയത് കൊണ്ട് തന്നെ യൂസുവിന് വളരെയധികം സന്തോഷമാകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വലിയ പിങ്ക് വണ്ടി അവർ കാണുന്നത്. സോ അതിൻ്റെ അതിൽ ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവർ കാണുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കനോജി ആയിരുന്നു. കനോജി വന്നുടനെ തന്നെ അയാളുടെ സർക്കസ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെ കാണിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിട്ടും നമ്മുടെ യൂസു ആണെങ്കിൽ ഒരുപാടധികം എക്സൈറ്റഡ് ആവുകയാണ്. എന്നാൽ നമ്മുടെ കരീൻ അങ്ങനല്ല. കരീനാണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടും ഇങ്ങനെ കോപ്രത്തനങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റായിട്ട് അങ്ങനോട് പറയുകയാണ്. അങ്ങനെ അത് കേട്ടിട്ട് അങ്ങ് ഇല്ലാതായി പോവുകയാണ്. കനോജി ചോദിക്കുവാണ്, നിങ്ങളുടെയൊക്കെ ചേട്ടൻ എന്ത് ഇച്ചിഗോ അവനിപ്പോൾ വീട്ടിലില്ല, അവനിപ്പോൾ ഒരു സ്ഥലം വരെ പോയേക്കുവാണെന്ന് നമ്മുടെ കരീൻ പറയുന്നു. സോ പെട്ടെന്നായിരുന്നു അവരെ ആക്രമിക്കാൻ വേണ്ടി രണ്ട് ഹോളോസ് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ കനോജി പോയിട്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉരേറ ഷോപ്പ് ക്ലീൻ ചെയ്യുന്ന ജിൻഡേനെ ഉരൂരുവിനെയുമാണ്. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ജിൻഡ ക്ലീൻ ചെയ്യാതിരിക്കും. നമ്മുടെ ഉരൂരു ഡയറക്റ്റ് ചെയ്യുന്നിട്ട് അവനെ വഴക്ക് പറയും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ തമ്മിൽ വലിയ അടിയാവും. നമ്മുടെ ഉരൂരുവിനെ ജിൻഡ കളിയാക്കും. ഈ സംഭവം തന്നെയല്ലേ ഇത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡായിട്ട് ഇവരുടെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ അവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ അവരുടെ ഉരേറ ഷോപ്പിന് മണ്ടയ്ക്ക് ഒരു ഹോളോ വരുന്നത്. സോ അത് വന്നുടനെ തന്നെ നമ്മുടെ ഉരൂര് പോയിട്ട് അതിനെ അടിച്ചൊക്കെ നശിപ്പിക്കുകയാണ്. സോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജിൻഡ ചോദിക്കുകയാണ്, ടൗണിലേക്ക് ഇപ്പോൾ ഒരുപാടധികം ഹോളോസ് വരുന്നുണ്ട്. സോ അതിനുള്ള കാരണം എന്താണ്? ഇത് കേട്ട നമ്മുടെ ഉരൂര് പറയുകയാണ്, ഇപ്പോൾ കാർക്കുറ സിറ്റിയിൽ ഇച്ചിഗോയോ റൂക്കിയോ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹോളോസ് ഇങ്ങനെ വന്ന് കുഞ്ഞിക്കൂടി ഇപ്പോൾ ഒരുപാടധികം ഹോളോസ് ഇപ്പോൾ ഈ കാർക്കുറ സിറ്റിയിലുണ്ട്. സോ ഇത് കേട്ടിട്ട് നമ്മുടെ ജിൻഡയുടെ ബ്രെയിനിലോട്ട് ഒരു വലിയ ഐഡിയ വരികയാണ്. ഐഡിയ എന്തോത്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഹോളോസിനെ എല്ലാത്തിനും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ. പിന്നീട് കാണിക്കുന്നത് മാസ്സായിട്ട് ഹോളോസിനെ ഇല്ലാതാക്കാൻ പോയ നമ്മുടെ കനോജിനെ ആണെങ്കിൽ മാസ്സായിട്ട് ഹോളോസ് വലിച്ചുകൊണ്ട് പോകുന്നു. സോ ഇത് കണ്ട നമ്മുടെ ജിൻഡ ആണെങ്കിൽ കനോജിനെ ആ ഹോളോസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഇച്ചിഗന്റെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള കരീനെ യൂസും താരെ നിപ്പുണ്ട്. സോ ജിൻഡ വളരെയധികം പവർഫുൾ ആണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ ജിൻഡയും ഉരുവും അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവരുടെ അടുത്തേക്ക്. സോ ഇതൊക്കെ കണ്ട നമ്മുടെ ഇച്ചിഗോന്റെ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റേ പൊട്ടൻ കനോജി ഉണ്ടല്ലോ അവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവരെ. സോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ജിൻഡയാണെങ്കിൽ യൂസുവിന്റെ കയ്യിലിരിക്കുന്ന പൂച്ചനെ ശ്രദ്ധിക്കുന്നത്. സോ അതൊരു ശരിക്കുള്ള പൂച്ചയല്ല, അതൊരു സോളായിട്ടുള്ള ഒരു പൂച്ചയാണ്. ജിൻഡ യൂസുവിനോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന പൂച്ച ഉണ്ടല്ലോ അതൊരു സോളാണ്, നീ അതിനെ വെച്ചോണ്ട് തന്നെ നിന്റെ പുറകെ ഒരുപാടധികം ഹോളോസ് വരുമെന്ന്. സോ എന്നാൽ നമ്മുടെ യൂസു ആണെങ്കിൽ ആ പൂച്ചനെ കളയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പെട്ടെന്നായിരുന്നു കിളവൻ കനോജിയുടെ തലയിലേക്ക് ഒരു വലിയ ബുദ്ധി ഉദിക്കുന്നത്. സോ നമ്മുടെ കനോജിക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ കാർക്കുറ സിറ്റിയിലെ ഹോളോനെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി പോലുള്ള കുട്ടികളെ എല്ലാത്തിനെയും ഞാൻ എൻ്റെ ടീമിലേക്ക് എടുക്കാൻ പോവാണെന്നാണ് അവർ പറയുന്നത്. സോ അവരെ കുട്ടികളെന്ന് വിളിച്ച് ഇഷ്ടപ്പെടാൻ നമ്മുടെ കരീനും അതുപോലെ തന്നെ ജിൻഡയാണെങ്കിൽ അവർ അയാളുടെ മോന്ത അടിച്ച് പറിക്കുന്നു. കിളവൻ കനോജിയുടെ മൂക്കിൽ നിന്ന് ഒരുപാടധികം ചോരയൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നിരുന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാടധികം ഫേമസ് ആവാൻ പറ്റുമെന്ന് നമ്മുടെ കനോജി പറയുന്നു. സോ ഇത് കേട്ട നമ്മുടെ ജിൻഡയും അതുപോലെ തന്നെ കരീനും അയാൾ പറഞ്ഞിട്ടില്ല എന്തോ കാര്യമുണ്ട്, നമുക്ക് അയാളുടെ ടീമിൽ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് നമ്മുടെ ഉരുവും അതുപോലെ തന്നെ യൂസുവും ഈ പൂച്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ച് നമ്മുടെ ഉരഹര ഷോപ്പിൽ പോകുന്നു. എന്നാൽ നമ്മുടെ ഉരഹരയും അതുപോലെ തന്നെ മറ്റെങ്ങനെയോ ലഞ്ച് കഴിക്കാൻ വേണ്ടി കടയുടെ വെളിയിലേക്ക് പോകുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഉരു അങ്ങ് ഇല്ലാതായി പോവുകയാണ്. പെട്ടെന്നായിരുന്നു അവരുടെ അടുത്തേക്ക് ഒരുപാടധികം ഹോളോസ് അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. നമ്മുടെ യൂസു ആണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഓടി ഒരു സ്ഥലത്തെത്താൻ നേരത്ത് ഹോളോസ് എല്ലാം കൂടെ വളർന്നിട്ട് അവളെ ആക്രമിക്കാൻ വേണ്ടി വരും. അവരുടെ കയ്യിലിരിക്കുന്ന ആ പൂച്ചയുടെ സ്പിരിച്വൽ എനർജി കാരണം ആ ഹോളോസിന് നമ്മുടെ യൂസുവിൻ്റെ അടുത്ത് പോലും പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഹോളോസ് എല്ലാം തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നായിരുന്നു നമ്മുടെ യൂസുവിനെ രക്ഷിക്കാൻ വേണ്ടി കനോജി ആൻഡ് ടീം അങ്ങോട്ട് വരുന്നത്. സോ വന്നുടനെ തന്നെ ഹോളോസിനെ എല്ലാത്തിനും എടുത്തിട്ട് പെരുമാറുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഉരുവും ഒരു ഗണ്ണ് പോലത്തെ ഒരു വെപ്പണം കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ഹോളോസിനെ എല്ലാത്തിനും വെടിവെച്ച് നശിപ്പിക്കുകയാണ്. അതേ സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഹോളോസ് എല്ലാം കൂടെ കമ്പയർ ആയി ഒരു വലിയ ഹോളോ ഉണ്ടാകുന്നത്. സോ ഇത് കണ്ടിട്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. ആ ഹോളോന്റെ അറ്റാക്ക് കാരണം യൂസു ആ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് താരേക്ക് തെറിച്ച് വീരിക്കുകയാണ്. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ച ഒരു സിംഹത്തിനെ പോലെ
ഇതുപോലായിട്ട് അവളെ രക്ഷിച്ച് മേളിലേക്ക് കൊണ്ടിരിക്കുകയാണ്. സോ എന്നിട്ട് ആ സിംഹം പോയ പൂച്ചയാണെങ്കിൽ ആ ഹോളോനെ അടിച്ച് നശിപ്പിക്കുകയാണ്. നമ്മുടെ കരിന് ഉരുരു അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും കൂടെ കമ്പൈനായിട്ട് ചെയ്തിട്ട് ആ ഹോളോനെ അങ്ങ് അടിച്ച് നശിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റാണ്. നമ്മുടെ യൂസു മഴയത്ത് നടന്നു പോകുന്ന സമയത്ത് ഒരു പൈപ്പിൻ്റെ അകത്ത് ഒരു പൂച്ചേനെ കാണും. സോ അത് നമ്മുടെ യൂസുവിന് ആകാശത്ത് നിന്ന് കിട്ടിയ പൂച്ചയായിരുന്നു. സോ ആ പൂച്ചയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ യൂസു. എന്നിട്ട് അവിടെ നിന്ന് ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂസു നടന്നു പോവുകയാണ്. എന്നാൽ ആ പൂച്ച നമ്മുടെ യൂസുവിനെ ഫോളോ ചെയ്തിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയ പൂച്ച മരിക്കുകയാണ്. സോ ഇത് മനസ്സിലാക്കിയ നമ്മുടെ യൂസുവിന് ഒരുപാടധികം വിഷമം വരികയാണ്. കാരണം താൻ കാരണമാണല്ലോ ആ പൂച്ച മരിക്കാനുള്ള കാരണം എന്നുള്ളൊരു വിഷമമാണ്. സോ ഇതേ സമയം തന്നെ അവളുടെ മടിയിലുണ്ടായിരുന്ന പൂച്ച ഒരു ചിരിയും ചിരിച്ചിട്ട് ആ സ്പിരിറ്റ് ഫോം ആകാശത്തിലേക്ക് പോവുകയാണ്. സോ ഇത് കാണാൻ നേരത്ത് നമ്മുടെ യൂസുവിന് ഒരുപാടധികം വിഷമമാവുകയാണ്. താൻ കാരണമാണല്ലോ ആ പൂച്ച മരിക്കാനെന്നുള്ള കാരണത്തിൻ്റെ ഒരു പശ്ചാത്താപമാണ് അവളുടെ ഉള്ളിലുള്ളത്. സോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കൂടെ നമ്മുടെ യൂസുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇച്ചിഗോ വരുന്നിടം വരെ ഞാനും എൻ്റെ ടീമും ഈ കാർക്കുറസ് സിറ്റി മുഴുവനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്ന കിളവൻ കനോജിനെയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് വലിയ മെയിൻ സാധനങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹ്യൂമൻ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാൻ ഒരു ആകാംക്ഷ കാണുമല്ലോ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതൊരു ഫില്ലർ പോലത്തെ ഒരു എപ്പിസോഡാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. സോ ഇന്നത്തെ ദിവസം അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.